പഴയ കാലഘട്ടത്തിലെ ഒരു ക്രിസ്തീയ കുടുംബത്തിലേക്ക് ഞങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇത് ഈ കുടുംബത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ കഥയാണ്. മകൻ മാർട്ടിൻ അച്ഛൻ പട്ടം സ്വീകരിക്കുന്നത് കാണാനായി കാത്തിരിക്കുന്ന അവറാൻ്റെയും അന്നമ്മയുടെയും ജീവിതത്തിലെ 2 ദിവസങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇത് അവരുടെ മാത്രം കഥയല്ല. അവറാൻ്റെ കൊച്ചുമകൾ ചക്കരയുടെയും ബുദ്ധിസ്ഥിരതയില്ലാത്ത അനിയൻ യോഹന്നാൻ്റെയും നാട്ടുകാരനായ കമ്മത്തിൻ്റെയും മഠത്തിലെ കന്യാസ്ത്രീയുടെയും അളിയനായ പൊറിഞ്ചുവിൻ്റെയും കൂടി കഥയാണ്. കാതിക്കുടത്തിൻ്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീ ജെയിംസ് പി താട്ടിലും ഇടവക ജനങ്ങളും അവതരിപ്പിക്കുന്നു കർഷകൻ പറഞ്ഞത്. കഥ, തിരക്കഥ, സംവിധാനം ശ്രീ ജെയിംസ് പി താട്ടിൽ. എടി അന്നമ്മോ, നീ വരുന്നു. ഈ മീൻ നന്നാക്കി കുടമ്പ് പിടിച്ചോളൂ. നാളെ നമ്മുടെ മോൻ മാറ്റം വരും. ചേനം പിടിച്ച് തന്നാണിത്. ഇന്ന് ചക്കരയെ ടീച്ചർ എന്താ പഠിപ്പിച്ചത്? പാട്ട് പഠിപ്പിച്ചു, കഥ പറഞ്ഞു തന്നു, പിന്നെ കുറേ പഠിപ്പിച്ചു. ചക്കരയുടെ കയ്യിൽ ഇന്നലെ ഇട്ട് തന്ന വള എന്തേ? അത് കയ്യിൽ വേണമെന്താ? അതെ, വെള്ളിയും ചോരി വെച്ചു. സാരില്ല കേട്ടോ, വല്യപ്പച്ചൻ വേറെ വള വാങ്ങിച്ചു തരാട്ടോ. നീ മീൻ നന്നാക്കിയില്ലേ അന്നമ്മേ? ഞാനത് നമ്മുടെ വേലക്കാരി ചിന്നമ്മയുടെ കയ്യിൽ കൊടുത്തു. എനിക്ക് കുടുംബ യൂണിറ്റിന് പോകാനുള്ളതാ. എത്ര കുളിച്ചാലും മീനാക്കാൻ പോകില്ല. അന്നമ്മ, വരുന്ന ജനുവരി 8-ാം തീയതി അല്ലേ നമ്മുടെ മാട്ടിന്റെ പുത്തുകുർബാന. 50 അച്ഛന്മാരും 100 കന്യാസ്ത്രീകളും ഉണ്ടാവും. അതിനു പുറമെ 1-2 അനാഥശാലകളിൽ ഭക്ഷണവും കൊടുക്കണം. ഏകദേശം 3000 പേരോളം ഉണ്ടാവും. ദൈവമേ, ഇതിന് നല്ലൊരു തുകയാകുമല്ലോ. നിങ്ങൾ എന്തെങ്കിലും മാർഗം കണ്ടെത്തിയിട്ടുണ്ടോ? നീ പേടിക്കേണ്ടത് എന്നമ്മേ, എല്ലാം ദൈവം നടത്തി തരും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ മുൻ വികാരി ലോണച്ചൻ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കാണ്. ഇതുവരെ ഒന്ന് പോയി കാണാൻ കഴിഞ്ഞില്ല. ഇടവക്കാരോട് നല്ല സ്നേഹമുള്ളൊരു അച്ഛനായിരുന്നു. അത് ശരിയാണ്, നമ്മളൊന്ന് പോയി കാണേണ്ടതായിരുന്നു. പിന്നെ നമ്മുടെ മാത്തുക്കുട്ടിയോട് നേരത്തെ വരാൻ പറയണേ. അവൻ നമ്മുടെ മൂത്ത് പോകണല്ലേ. അവൻ എന്തിനാ മദ്രാസിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് ഇവിടെ 2 ഓട്ടുകമ്പനിയുണ്ടല്ലോ. അവനത് നോക്കി നടത്തിയ പോലെ അച്ചായനത് ആശ്വാസമാവുകയും ചെയ്യും. അത് അവൻ നാട്ടിൽ വരുമ്പോൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കണം. പിന്നെ പുത്തൻ കുർബാന അടുക്കാറായി. നിങ്ങളുടെ അളിയന്മാരോടും മലബാർ താമസിക്കുന്ന അന്യന്മാരോടും ഒക്കെ ഇക്കാര്യം പറയുന്നില്ലേ? അത് എനിക്ക് ഓർമ്മയുണ്ടെന്നേ. മോൾക്ക് ഈ പലഹാരം ആരാ തന്നത്? ചിനുവാന്റിയാ തന്നത്. ചിനുവാന്റി കൊതിച്ച. ചിനുവാന്റി 2 തിന്നു. എനിക്ക് 1 തന്നുള്ളൂ. അച്ചാച്ച സിസ്റ്റർ പറഞ്ഞു ചക്കരയെ ഡാൻസിന് ചേർക്കണമെന്ന്. അതിന് പുതിയ ഉപ്പും വേണം, കാശും വേണം. ചക്കരക്ക് ഇതെല്ലാം അച്ചാച്ചൻ വാങ്ങിത്തരാം. മോള് പോയി പഠിക്കും. മോളുടെ അമ്മയേക്കാൾ
മിടുക്കിയാവണം. അബ്രാമാപ്പിളെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എൻ്റെ മകൾ രമാദേവിയുടെ വേലി ഉറപ്പിച്ചു. വരൻ പൂജാരിയാണ്. അതിനു പുറമെ സർക്കാർ ജോബുമുണ്ട്. ഇത് അയാളുടെ രണ്ടാം വേലയാണ്. അതിലൊരു കുട്ടിയുമുണ്ട്. ആട്ടക്കമ്മത്തെ, ആ കുട്ടി എന്ത് ചെയ്യുന്നു? കുട്ടി പെൺകുട്ടിയാണ്. വയസ്സ് 23 കഴിഞ്ഞിരിക്കുന്നു. അവൾ പാർട്ടിക്കിരിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്കും മകൾക്കും ഈ ബന്ധം തീരെ ഇഷ്ടമല്ല. അച്ഛനും മകൾ പോലെ ഇരിക്കുമെന്ന്. അവൾക്ക് വയസ്സ് 25 ഉള്ളൂ. അവൾക്ക് ഡൽഹിയിലുള്ള മാമൻ്റെ അടുത്ത് പോകണമെന്നാണ് ആഗ്രഹം. ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ തിരുമല ദേവാ. കമ്മത്തെ, നമുക്കൊന്ന് മുറിക്കാലോ? ഇത് ഒരാൾ തന്ന ജാഫ്ന പുകയിലാണ്. ഇവിടെ ആർക്കും ഞാൻ നോക്കുന്നത് ഇഷ്ടമല്ല. അവർ പറയുന്നത് വായിൽ ക്യാൻസർ വരുമെന്നാണ്. അല്ല, കമ്മത്ത് വന്ന കാര്യം പറഞ്ഞില്ല. അത് പിന്നെ മാമിക്കുപാട് വെച്ചിട്ട് വേണം സ്വർണവും ചെറുക്കും എടുക്കുവാൻ. മാപ്പിളയ്ക്ക് ആദ്യം 2 ഏക്കർ തന്നിരുന്നല്ലോ. ബാക്കി 3 ഏക്കറുണ്ട്. അത് നാട്ടുനാപ്പ് വെച്ചിട്ടുള്ള വില തന്നാൽ മതി. ഈ ആഴ്ചയിൽ 50,000 രൂപ തന്നാൽ കമ്മത്തിന് വലിയ സന്തോഷമായിരിക്കും. തൽക്കാലം എനിക്ക് ഭൂമി വാങ്ങാൻ ഉദ്ദേശമില്ല, പണവുമില്ല. മകൻ്റെ പുത്തൻ കുർബാന അടുത്ത് വരികയാണ്. അങ്ങനെ പറയരുത് അബ്രഹാം മാപ്പിളെ. ഞാൻ പിന്നെ എന്ത് ചെയ്യും? നമ്മളെ എപ്പോഴും സഹായിക്കുന്ന ആളല്ലേ മാപ്പിള. കമ്മത്തെ, അടുത്ത ശനിയാഴ്ച മകളുടെ 8ാമത്തെ ആണ്ടാണ്. അവളുടെ മരണം എന്നെ രോഗിയാക്കിയിരിക്കുന്നു. മഞ്ചാടിയുടെ പിറന്നാൾ ഉടുപ്പ് മേടിക്കാൻ ടീച്ചർമാരുമായി തുണിക്കടയിലേക്ക് പോയതാണ് അവൾ. റോഡരികിലൂടെ നടന്നു പോയപ്പോൾ മകളെ കാറിടിച്ച് വീഴ്ത്തി. ആളുകൾ ചുറ്റും കൂടി. കൂട്ടത്തിൽ ഇവിടുത്തെ ചേനനും ഉണ്ടായിരുന്നു. ചേനൻ വീട്ടിൽ വന്ന് പറഞ്ഞു. ഞാനത് കേട്ടപാടെ ബോധം കെട്ടി വീണു. കേസും കോടതിയുമായി ഒരു കൊല്ലം നടന്നു. ഒരു സേഫിന്റെ ഭാര്യയാണ് കാർ ഓടിച്ചത്. ഞാൻ പിന്നെ കേസ് പിൻവലിച്ചു. മകൾ പോയി. പിന്നെ എന്ത് കേസ്? എല്ലാം വിധി എന്ന് കരുതി സമാധാനിക്കാം അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആപത്ത് വരുമായിരുന്നോ? കഴിഞ്ഞ കൊല്ലമാണ് അച്ചാച്ചൻ്റെ മരണം. കുരിശിൻ്റെ പാട്ടെന്ന് പറയുന്ന പോലെ ഒരു ദുഃഖം തീർന്നു മുമ്പ് മറ്റൊരു ദുഃഖം വന്നു കഴിഞ്ഞു. ചാച്ചൻ മരിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ അനുജൻ പൊറിഞ്ചുവിന് തലയ്ക്ക് സ്ഥിരമില്ലാതായി. എത്ര അനാഥശാലയിൽ കൊണ്ടാക്കി ഏറിയ ഒരാഴ്ച അവിടെ നിൽക്കും. പിന്നെ നോട്ടക്കാരുടെ കണ്ണുപൊട്ടിച്ച് പുറത്ത് കിടക്കും. ചെവിട്ടി ചെമ്പരത്തി പൂവും ഒരു കെട്ട് പച്ചലകമായി നടക്കും. എന്താ ചെയ്യുക? എല്ലാം വിധി.
എന്ത് പറയുന്ന വരാൻ ചേട്ടാ, സുഖല്ലേ? അന്നമ്മ ചേട്ടത്തിൻ്റെ പനിയൊക്കെ മാറിയോ? 2 ദിവസമായല്ലോ ചേട്ടത്തെ പുള്ളികളൊക്കെ കണ്ടിട്ട്. ഇത്തവണ കൃഷി വെള്ളപ്പൊക്കം കൊണ്ട് നശിച്ചു പോയല്ലേ? നമ്മുടെ മഠത്തിലെ പറമ്പിൽ 300 ഏത്തവാഴയും 15 ആദ്യമരാണ് പോയത്. ഭാഗ്യത്തിന് മഠത്തിൽ വെള്ളം കയറിയില്ല. അല്ല സിസ്റ്റർ, എന്താ വിശേഷിച്ച് ഇങ്ങോട്ടേക്ക്? മഠത്തിലെ കപ്പേളപണി നടക്കുവാണല്ലോ, കുറച്ച് രൂപയും കൂടെ അതിന് വേണം. കാര്യം അവറാൻ ചേട്ടൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ചെറുതായിട്ട് ഒന്നും കൂടെ സഹായിച്ചാൽ കാര്യം നടക്കും. സിസ്റ്ററെ, നനഞ്ഞോടെ കുഴിക്കല്ലേ. ഞാൻ മഠത്തിന് വേണ്ടി കണ്ണായ സ്ഥലം 1 ഏക്കർ തന്നില്ലേ? കൂടാതെ മഠം പണിയുന്ന ചെലവിലേക്ക് 1.5 ലക്ഷം രൂപയും തന്നു. തൽക്കാലം എൻ്റെ കയ്യിലൊന്നുമില്ല. അല്ല പിന്നെ ആ, സിസ്റ്റർ എപ്പോ വന്നു? ഞാനേ കിടന്നൊന്ന് ഉറങ്ങിപ്പോയി. വല്ലാത്ത ക്ഷീണം. സിസ്റ്റർക്ക് കുടിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ട അന്നമ്മ ചേട്ടത്തി, ഞാൻ മഠത്തിൽ നിന്നും കാപ്പി വെച്ചിട്ട് ഇപ്പം ഇറങ്ങിയുള്ളൂ. അന്നമ്മോ, സിസ്റ്റർ വന്നത് മഠത്തിലെ കപ്പേളപ്പണിക്കുള്ള സംഭാവന ചോദിച്ചാണ്. നമ്മുടെ കാര്യം നിനക്കറിയാലോ. പുത്തൻ കുർബാന അടുത്ത് വരുന്നു. എത്ര ചെലവുള്ളത്? ഇതിയൻ എന്തേലും കൊടുക്ക്, ഒരു നല്ല കാര്യത്തിനല്ലേ. നിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ എടുത്തു കൊടുക്കണേ. ഇവിടെ സമ്പാദിച്ചു വെച്ചേക്കല്ലേ. നീ ഒരു കാറ്റി ഒരു 10,000 രൂപ അലമാരിൽ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കൊടുക്ക്. അല്ല പിന്നെ ഇത് പിടിക്ക് സിസ്റ്ററെ. ചാച്ചനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പുത്തൻ കുർബാനയും വോട്ട് കമ്മിറ്റിയിലെ ചില പ്രശ്നങ്ങളുമാണ് അങ്ങയുടെ തലയിൽ. സിസ്റ്റർ അതൊന്നും കാര്യമാക്കണ്ട. വളരെ നന്ദി ചേട്ടത്തി. എന്നാൽ ഞാൻ പതുക്കെ അങ്ങോട്ട് അങ്ങോട്ടെ. മഠത്തിൽ ചെന്നിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആൻറ്റി 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 എന്തേ? എന്താടാ കുറിഞ്ചു നീ കൂകി വിളിച്ചുകൊണ്ട് വരുന്നത്? ഞാൻ നമ്മുടെ കള്ളുകാരൻ പിള്ളച്ചനെ കണ്ടു. അയാളുടെ തോളിൽ ഒരു കുടം കള്ള്. പിള്ളച്ചൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കള്ള് ഞാൻ അങ്ങോട്ട് മേടിച്ചു. കള്ളിലാണെങ്കിൽ മുഴുവനും ചൊല്ല്. ഉള്ളത് പറയാലോ, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ശരി ശരി. എടാ കുറിഞ്ചു, നിനക്ക് നിന്റെ ആ മുടി ഒന്ന് വെട്ടിക്കളഞ്ഞൂടെ? വാക്കത്ത് കാണുന്ന പട്ടില് പോലെയാണല്ലോടാ നിന്റെ മുടി. സർക്കസ് കൂടാരത്തിലെ കോമാളിയുടെ മുടി ഇപ്പോൾ എങ്ങനെയായാലും എന്താ? നീ അടക്കയിൽ പോയി കുറച്ച് കഞ്ഞി മേടിച്ചു കുടിക്കി. എൻ്റെ ആൻറ്റി, ഞാൻ തന്നെ ഒരു കഞ്ഞിയല്ലേ. ചേട്ടോ ചേട്ടോ കൊച്ചേട്ടോ, ചേട്ടാരേ ചേട്ടാരേ കൊച്ചേട്ടാരേ. പറ്റിച്ചേ പറ്റിച്ചേ. വാ പാപ്പ നമുക്ക് കളിക്കാം. എനിക്കറിയില്ല ചക്കരെ. വാ പാപ്പ നമുക്ക് കളിക്കാം. എന്നാൽ നമുക്ക് ഡാൻസ് കളിക്കാം. ഒന്നാം തരം
ഗോഷ്ഠികളായി കാണിക്കുന്നേ? ദൈവത്തോർത്ത് ഈ കൊച്ചിനെ ഗോഷ്ഠിയൊന്നും പഠിപ്പിക്കില്ലേ? നീ ഒന്ന് പോയേ. ചേട്ടാരെന്നെ തല്ലിയല്ലേ? എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നെ പെറ്റതല്ലാണെന്ന്. 2 ഏക്കർ കുഞ്ചതലവും 2 ഓട്ടോമിനും മേടിച്ചത്. പിന്നെ എന്തിനു ചേട്ടാരെന്നെ തല്ലിയ? അല്ല എനിക്കറിയണ്ട. അന്നമ്മച്ചേർത്തി, എന്താ സിസ്റ്ററെ വിശേഷിച്ച്? ഞാൻ അവറാച്ചേട്ടനെയും ചേട്ടത്തെയും കാണാൻ വന്നതാ. ഈ വരുന്ന 8-ാം തീയതി 5 മണിക്കാണ് പുതിയ കപ്പേളയുടെ വെഞ്ചിരിപ്പ്. പുത്തൻപിരക്കൽ പിതാവാണ് വരുന്നത്. കപ്പേള പണിക്ക് സഹായം ചെയ്തു തന്ന അവറാച്ചേട്ടനെയും ചേട്ടത്തെയും പ്രത്യേകം ക്ഷണിക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. അല്ല, അവറാച്ചേട്ടൻ എന്തേ? ഇച്ചായനവിടെ ഉണ്ട്. ഞങ്ങളുടെ മകൻ മാർട്ടിനെ സെമിനാരിൽ നിന്ന് വരുന്നുണ്ടേ, അതിന്റെ തിരക്കിലാണ്. എന്ത് പറയുന്നു സിസ്റ്ററെ? മാർട്ടിൻ ഇപ്പോൾ വരും. ഞങ്ങളവനെ കാത്തിരിക്കുകയാണ്. അല്ല, പറഞ്ഞു തീരും മുമ്പേ മാർട്ടിനും എത്തിയല്ലോ. ചാച്ചാ, എന്നിട്ട് സുഖല്ലേ? ആ, സിസ്റ്റർ ഉണ്ടല്ലോ ഇവിടെ. എന്ത് പറയുന്നു സിസ്റ്ററെ? മഠത്തിൽ എന്തുണ്ട് വിശേഷം? ദൈവാനുഗ്രഹത്താൽ നന്നായി പോകുന്നു. കപ്പേള പണിയൊക്കെ ആയി കുറച്ച് തിരക്കിലായിരുന്നു. എന്നാ നിങ്ങൾ സംസാരിക്കി, ഞാൻ ഇറങ്ങട്ടെ. ആ, അല്ല ഇതാര്? ചക്കരയോ? ചക്കര എവിടെ ഉണ്ടായിരുന്നോ? അങ്കിളെ, നമുക്ക് മുറ്റത്ത് പോയി കളിച്ചാലോ? അങ്കിൾ ഇപ്പോൾ വന്നില്ലേ ഉള്ളൂ. ഒന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ടും കളിക്കാം. വാ, നമുക്ക് അകത്തേക്ക് പോകാം. അല്ല ഇച്ചായ, ആ ബോംബെയിലുള്ള വർക്കിച്ചിന് ക്ഷണക്കത്ത് അയച്ചോ? നിങ്ങളുടെ വലിയ കൂട്ടുകാരനല്ലേ? അയ്യോ, അക്കാര്യം ഞാൻ മറന്നു. നീ ആ കടലാസും പേനയും അങ്ങെടുക്ക്, ഞാൻ കത്തെഴുതട്ടെ. സ്നേഹം നിറഞ്ഞ വർക്കിച്ചനും കുടുംബത്തിനും ഈ വരുന്ന ജനുവരി 12-ാം തീയതി രാവിലെ 9 മണിക്ക് നാട്ടകം പള്ളിയിൽ വെച്ച് സെബാസ്റ്റ്യൻ പിതാവിൻ്റെ ആശീർവാദത്തോടുകൂടി എൻ്റെ മകൻ മാർട്ടിൻ്റെ പുത്തൻ കുർബാന നടക്കുകയാണ്. തുടർന്നുള്ള സ്നേഹവിരുന്നിലേക്കും നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു എന്ന് അവറാച്ചനും കുടുംബവും. പഴമയുടെ ഓർമ്മകൾ കാലയവനികയിൽ മറിയുമ്പോഴും ദൈവസ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും വിധേയത്തിൻ്റെയും നല്ല കുടുംബ ബന്ധങ്ങൾ പുതുമയുടെ ഈ നാടുകളിൽ പുലരട്ടെ.